നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ടൊമാറ്റോ മോരുകറി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ടൊമാറ്റോ മോരുകറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു ചട്ടിയിലോ പാനിലോ ഏതെന്ന് വെച്ചാൽ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് കൂടെ ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയിടും. ഉള്ളി ഒരുവിധം സോട്ടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി വളരെ തിന്നായിട്ട് അരിഞ്ഞത് അതുകൂടെ ഇട്ട് സോട്ട് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, ഒരു പച്ചമുളകിൻ്റെ പകുതി അത് ഇതുപോലെ കുഞ്ഞായിട്ട് നുറുക്കി അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഈ കുഞ്ഞുള്ളി ചെറിയ ഒരു ബ്രൗൺ നിറത്തിലേക്ക് മാറുമ്പോഴായിരിക്കും ഇത് നന്നായി വഴണ്ടും നമുക്ക് മനസ്സിലാവുന്നത്. ആ ടൈമിൽ ഇതിലേക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയി ടൊമാറ്റോ, ഞാനിവിടെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ്, അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ഇതിലേക്ക് ചേർത്തു. ഈ ടൈമിലെല്ലാം ഫ്ലെയിം വളരെ ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ ഒരുവിധം നന്നായി വഴണ്ട് വരുന്ന ടൈമിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ. ഇതെല്ലാം ഒരുമിച്ച് നല്ലോണം മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് ഞാനിവിടെ 2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം, തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഈ തൈരങ്ങ് പിരിഞ്ഞു പോവും, വെള്ളമായി പോവും. നമ്മൾ ഇപ്പം തന്നെ ചൂടുകൊണ്ട് ചെറുതായിട്ട് കണ്ടില്ലേ അതിൻ്റെ കൺസിസ്റ്റൻസി മാറി, തിക്നെസ് മാറി തുടങ്ങി. നമ്മൾ പെട്ടെന്ന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറിയാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റി മോരുകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പം ഞാനിന്ന് തയ്യാറാക്കിയ മോരുകറിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും കണ്ടല്ലോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, നമുക്ക് വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Take care. Bye-bye.